നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅല്ലമു സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പഠിക്കണം. അവിടെ ഓതണം നല്ലട്ടോ പറഞ്ഞത്, ശരിക്കും ശ്രദ്ധിക്കുക. ഓതണം എന്ന് പറഞ്ഞ റിവായത്തുമുണ്ട്, രണ്ടും കൂടിയാണെങ്കിൽ ഗംഭീരമാണ്. അൽഹംദുലില്ലാഹ്. തഅല്ലമു സൂറത്തുൽ ബഖറ ഫഇന്ന അഖ്ദഹ ബറക വതർക്കഹ ഹസറ വലാ തസ്തതിഉഹൽ ബതല. സൂറത്തുൽ ബഖറ പഠിക്കൽ ബറക്കത്താണ്, സൂറത്തുൽ ബഖറ പഠിക്കാതിരിക്കൽ നഷ്ടമാണ്. സൂറത്തുൽ ബഖറ പഠിക്കാതിരിക്കൽ നഷ്ടമാണ്. സാഹിറുകൾക്ക് സൂറത്തുൽ ബഖറ പഠിച്ച ആളുകളെ ഉപദ്രവിക്കാനും കഴിയില്ല. സുമ്മ സകത സഅത്ത്, സഹാബി പറയാണ്, പിന്നെ റസൂൽ കുറച്ചു നേരം ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ പറഞ്ഞു, തഅല്ലമു സൂറത്തുൽ ബഖറ വ ആല ഇമ്രാൻ. ഒന്നുകൂടി സിയാദത്താക്കി, നിങ്ങൾ സൂറത്തുൽ ബഖറയും ആല ഇമ്രാനും പഠിക്കണം. കാരണം ഫഇന്നഹുമാ സഹറാവാൻ വഇന്നഹുമാ തദില്ലാനി സാഹിബഹുമാ യൗമൽ ഖിയാമ കഅന്നഹുമാ ഗമാമതാനി ഔ ഗയായതാനി ഔ ഫിർഖാനി മിൻ തൈരിൻ സവാഫ്. രണ്ട് പ്രകാശങ്ങളായിട്ട് സൂറത്തുൽ ബഖറയും ആല ഇമ്രാനും ഉണ്ടാകുന്ന. ഖുർആൻ നമ്മെ നടക്കുമ്പോൾ മുന്നിൽ സൂറത്തുൽ ബഖറ ഉണ്ടാകുന്നതാണ്, ആല ഇമ്രാനും. ഇവർ രണ്ടുപേരുമാണ് നമ്മെ നയിച്ചു കൊണ്ടുപോകുന്നത്. മഹ്ശറിൽ സൂറത്തുൽ ബഖറയും സൂറത്തു ആല ഇമ്രാനും നമ്മെ വഹിച്ചു കൊണ്ടുപോകുന്നതാണ്. മാത്രമല്ല തണലായി, ഒരു മേഘപാളികളായി, മേഘക്കൂട്ടമായി, ഒരു തണലായി ഈ രണ്ട് സൂറത്തും ഉണ്ടാകുന്ന. ഇത് പഠിച്ച ആളുകൾക്കുള്ളതാണത്. എന്നിട്ട് തൻ്റെ സാഹിബിന് വേണ്ടി യുഹാജാൻ, അള്ളാഹുവിനോട് വാദിക്കും. സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇമ്രാനും അതിൻ്റെ ആളുകൾക്ക് വേണ്ടി റബ്ബിനോട് വാദിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഇന്നൽ ഖുർആന യൽഖാ സാഹിബഹു യൗമൽ ഖിയാമത്തി ഹീന യൻഷഖു അൻഹു ഖബ്റുഹു കർറജുലി ശാഹിബി ഫയഖൂലു ഹൽ തഅരിഫുനി. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് എന്താണ് ഈ ഒരവസ്ഥ, ആരാണ് ഈ എഴുന്നേൽപ്പിച്ചത് എന്നൊക്കെ ചോദിച്ച് ബേജാറായി നിൽക്കുമ്പോൾ ഖുർആൻ ഒരു ക്ഷീണിച്ച യുവാവിനെ പോലെ ആ വ്യക്തിയുടെ മുന്നിൽ വന്നിട്ട് ചോദിക്കുന്നതാണ്, എന്നെ അറിയാമോ എന്ന്. ഹൽ തഅരിഫുനി, എന്നെ അറിയാമോ? അതിൽ വലിയൊരു തത്വമുണ്ട്. ഭൂമിയിൽ വെച്ച് ഖുർആനിനെ അറിഞ്ഞവർക്കുള്ളതാണ് ഈ ഒരു മഹത്വം. അപ്പോൾ പറയും, ഇല്ല അറിയില്ല, കാരണം കണ്ടു പരിചയമില്ല. മഹ്ശറിൽ വെച്ചുള്ള സംഭവങ്ങളാണ്. അപ്പോൾ പറയും, അന സാഹിബുക്കൽ ഖുർആൻ, ഞാൻ നിൻ്റെ കൂട്ടുകാരനാണ്, ഖുർആനാണ്. അഥവാ ഖുർആൻ ഓതിയതിൻ്റെ പ്രതിഫലം ആ ഒരു രൂപത്തിൽ വരുന്നതാണ്. ഖുർആൻ നാം ഖിറാഅത്ത് നടത്തിയതിൻ്റെ പ്രതിഫലത്തെ അള്ളാഹു ഇങ്ങനെ ഒരു രൂപത്തിൽ കൊണ്ടുവരും. എന്നിട്ട് ആ ഖുർആൻ നമ്മയും കൂട്ടി മഹ്ശറിൽ റബ്ബിൻ്റെ അടുക്കൽ വാദിക്കും.